കഴിഞ്ഞ ഇറാൻ US അറ്റാക്കിനകത്ത് നമുക്കൊരു കാര്യം അറിയാം. USന്റെ അറ്റാക്ക് ഇറാനിലെ ഒരു സ്കൂളിന് നേരെ ഉണ്ടാവുകയും അവിടെ 150 കുട്ടികൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറാൻ US സമാധാന ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് അബ്ബാസ് അരാക്ചി ടീമും വന്ന് ഈ പറയുന്ന പാകിസ്ഥാനിലോട്ട് വന്ന സമയത്ത് അവരും അന്ന് ആ കുട്ടികളുടെ പല ബിലോങ്ങിങ്സും അവരുടെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് ലോകത്തിന് ഒരു സന്ദേശം കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ഞങ്ങൾ ആരോടാണ് ഈ ചർച്ച ചെയ്യാൻ പോകുന്നത്, ആർക്കെതിരെയാണ് ഞങ്ങൾ നിലപാടെടുത്തത്, അവർ എത്തരത്തിലുള്ള ആൾക്കാരാണ് എന്നുള്ളത് ലോകത്തെ അറിയിക്കുകയും കൂടെ ചെയ്യുക, ഒരു സിമ്പതി നേടിയെടുക്കുക എന്നുള്ളതും കൂടിയായിരുന്നു അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇപ്പൊ ഇറാൻ എംബസി സൗദി അറേബ്യ ഇറാൻ എംബസിയുടെ ഒരു പോസ്റ്റാണ്. ഇറാൻ സെൻസ് 2 backpack belongings to മൊയിൻ സെയ്ൻ അലി ആൻഡ് മുഹമ്മദ് ഷദൌസ്തി. അതായത് ഇത് 2 കുട്ടികളാണ് സ്കൂളിൽ പഠിച്ചിരുന്നത്, മൊയിൻ സെയ്ൻ അലി ആൻഡ് മുഹമ്മദ് ഷഹദൌസ്തി എന്ന് പറയുന്നത്. 2 of the 120 സ്റ്റുഡൻസ്, അതായത് 120 സ്റ്റുഡൻസിൽ ഉണ്ടായിരുന്ന ഒരു 2 കുട്ടികളാണ്. ഇൻ ദ US ഇസ്രായേലി ബോംബിംഗ് ഓഫ് ദ ഷാർജ തയ്യിബ എലമെന്ററി സ്കൂൾ ഇൻ മിനാബ്. ഈ സ്കൂളിൽ ബോംബിംഗ് നടത്തിയപ്പോഴാണ് ഈ 2 കുട്ടികൾ ഈ 120 കുട്ടികളോടൊപ്പം കൊല്ലപ്പെട്ടേ എന്നുള്ളതാണ്. അപ്പോൾ ദ എലമെന്ററി സ്കൂൾ ഇൻ മിനാബ് ടു സെൻഡ് ടു ദ യുണൈറ്റഡ് നേഷൻ മ്യൂസിയം. ഞാനതൊന്ന് കൃത്യമായിട്ട് വായിക്കാം. ഇറാൻ സെൻഡ് 2 backpack belongs to മൊയിൻ സെയ്ൻ അലി ആൻഡ് മുഹമ്മദ് ഷദൌസ്തി, 2 of the 120 students martyred in the US Israeli bombing of the Shajera Tayyib Elementary School in Minab to the United Nations Museum. അതായത് ഈ 2 കുട്ടികളുടെ ബിലോങ്ങിങ്സ്, ഈ പറയുന്ന മൊയിൻ സെയ്ൻ അലി ആൻഡ് മുഹമ്മദ് ഷദൌസ്തി എന്ന് പറയുന്ന ഈ 2 കുട്ടികളുടെ ബിലോങ്ങിങ്സ്, അവരുടെ സ്കൂൾ ബാഗുകളും അവരുടെ ബുക്കുകളൊക്കെ UN-ന്റെ മ്യൂസിയത്തിലേക്ക്, യുണൈറ്റഡ് നേഷൻസിന്റെ മ്യൂസിയത്തിലേക്ക് ഇറാൻ അയച്ചു എന്ന് പറയുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ഇറാൻ എംബസി പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇറാൻ എടുക്കുന്ന സ്റ്റെപ്പുകൾ നമ്മൾ നോക്കണം. അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള പല തരത്തിലുള്ള സ്റ്റെപ്പുകളും ഇറാൻ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇറാന്റെ നേരെ ഒരു അറ്റാക്ക് നടത്തുന്ന സമയത്ത്, അതിന്റെ സമാധാന കരാറ് സംസാരിക്കുന്ന സമയത്ത് അവർ ഇറാന് നേരെ നടന്നിട്ടുള്ള അറ്റാക്കിന്റെ പേരിലോ അല്ലെങ്കിൽ ഇറാന്റെ ഈ ന്യൂക്ലിയർ പ്ലാന്റുകൾക്ക് നേരെ നടന്നിട്ടുള്ള അറ്റാക്ക് മാത്രമായിരുന്നില്ല അവരുടെ സമാധാന കരാറിൽ, അമേരിക്കക്ക് മുന്നിൽ വെച്ചിട്ടുള്ള സമാധാന കരാറിൽ ഉണ്ടായിരുന്നേ എന്നുള്ളതാണ്. അവരതിനകത്ത് ഈ പറയുന്ന ലെബനോനെയും കൂടെ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പൊ അവര് ലോകത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് അടിച്ചമർത്തപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ശബ്ദിക്കുന്നു ഇറാൻ എന്നുള്ളൊരു കാര്യം കൂടെ അവർ ലോകത്തിന് മുന്നിൽ വെക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ സഹോദരങ്ങളെ കൂടെ ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ സഹോദരങ്ങളെ കൂടെ ഞങ്ങൾ മാനിക്കുന്നുണ്ട്, അവരുടെ വേദനയും ഞങ്ങളുടെ വേദനയാണ് എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഒരാശയമാണ് അതിലൂടെ ഇറാൻ യഥാർത്ഥത്തിൽ മുന്നോട്ട് വെച്ചെന്നുള്ളതാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് യുണൈറ്റഡ് നേഷൻസിന്റെ മ്യൂസിയത്തിലേക്ക് ഈ ബിലോങ്സിങ്സ് അയക്കുന്നതോടുകൂടെ ഇറാൻ ചെയ്യുന്നത് മറ്റൊരു സ്ട്രാറ്റജിയാണ്. അതായത് ലോകത്തിന്റെ മുന്നിൽ ഞങ്ങൾ ആരാണ്, ഞങ്ങൾക്ക് എന്താണ് നേരിട്ടത്, ഞങ്ങളോട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ആകുന്നു, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഡിറ്ററൻസ് എടുക്കേണ്ടി വരുന്നു, ഞങ്ങൾ എന്തുകൊണ്ട് ഹോർമൂസ് അടയ്ക്കേണ്ടി വരുന്നു, ഇതിനെല്ലാം ഞങ്ങൾ നേരിട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ലോകത്തോട് വിളിച്ചു പറയുകയാണ് യഥാർത്ഥത്തിൽ ഇറാൻ ഈ പറയുന്ന ആശയങ്ങളിലൂടെ എന്നുള്ളതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ഇമോഷണൽ സപ്പോർട്ട് ഒന്നും തന്നെ ഇപ്പോൾ ഇസ്രായേലിനോ അമേരിക്കക്കോ കിട്ടുന്നില്ല എന്നുള്ളത് നമ്മൾ കാണാം. ഇപ്പോൾ ഈ ഇസ്രായേലിന്റെ ഇത്തരത്തിലുള്ള ക്രൂരതകളും അതേപോലെ തന്നെ ചെയ്തികളും മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഇസ്രായേൽ $40 ബില്യൺ പല വർഷങ്ങളിലായിട്ട് ചെലവഴിക്കാറുണ്ട്. കഴിഞ്ഞ വർഷത്തെ $150 മില്യൺ, പിന്നെ അതേപോലെ തന്നെ അതിന് മുന്നേ $40 മില്യൺ ഒക്കെ ആയിരുന്നു ഇസ്രായേൽ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത്, അവരുടെ ഇമേജ് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ നന്നാക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഈ ഒരു ഗസ വാർ കഴിഞ്ഞതിന് ശേഷം $700 ബില്യൺ യഥാർത്ഥത്തിൽ അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ആ ചോരക്കറ മായ്ക്കാൻ വേണ്ടിയിട്ട് അവർ ചെലവഴിച്ചെന്നുള്ളതാണ്. അത് എന്തിനാണ് ഇത്രയും ഡോളർ ചെലവഴിക്കേണ്ടി വരുന്നത്? കാരണം അത്രയും ആ ക്രൂരതകളെല്ലാം ലോകം കണ്ടു, ലോക മനസാക്ഷി അത് കണ്ട് ഞെട്ടി എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ അവിടെ ഇറാൻ ചെയ്യുന്ന മറ്റൊരു സ്ട്രാറ്റജിയാണ് ഇത്. ഈ കുട്ടികളുടെ ബിലോങ്ങിങ്സ് അയച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് നേരിട്ടു, ഞങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനത്തെ പൊസിഷൻ എടുക്കുന്നു, ഞങ്ങൾ എന്തുകൊണ്ട് ഇനി ഇതിൽ നിന്നും പുറകോട്ടില്ല, ഞങ്ങൾക്ക് വേണ്ടത് ഏതെങ്കിലും തരത്തിലുള്ള താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തലോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മേലെയുള്ള ചെറിയ രീതിയിലുള്ള സാങ്ഷൻസ് ഒഴിവാക്കലോ അല്ല,
ഇനി ഇറാൻ എന്ന രാജ്യം നിലനിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് നേരെ ഇനി അറ്റാക്ക് ഉണ്ടാവാൻ പാടില്ല. അമേരിക്ക ഒരു കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ കരാറിൽ നിന്ന് ഇനി ഒരു കാരണവശാലും പുറകോട്ട് പോവാൻ പാടില്ല. ഞങ്ങളുടെ അന്താരാഷ്ട്ര തലത്തിൽ സീസ് ചെയ്ത് വെച്ചിട്ടുള്ള ഞങ്ങളുടെ സ്വത്തുക്കൾ വിട്ടുകിട്ടണം, ന്യൂക്ലിയർ എൻറിച്ച്മെന്റിന് അനുവദിക്കണം, അതേപോലെ തന്നെ മിസൈൽ നിർമ്മാണങ്ങൾ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ക്ലിയർ കട്ട് ആയിട്ടുള്ള സ്റ്റേൺ ആയിട്ടുള്ള നിലപാടുകളാണ് ഇറാൻ യഥാർത്ഥത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും കൂടെ കാണണം നമ്മൾ. അപ്പോൾ ഒരു മിലിറ്ററി ജയന്റിന്റെ മുന്നിൽ, ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുടെ മുന്നിലാണ് ഒരു പതറലും ഒരു കൂസലും ഇല്ലാതെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അമേരിക്കക്ക് മുന്നിലോട്ട് ഇറാന് വെക്കാൻ പറ്റുന്നത് എന്നുള്ളതും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ കാണണം. മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രബല കക്ഷികളിൽ ഒന്നായിട്ടുള്ള UAE ഇസ്രായേലിനോട് അടുക്കുന്ന സമയത്ത്, അതേപോലെ തന്നെ അമേരിക്കയോട് അടുക്കുന്ന സമയത്ത് ഇറാന് നേരെയുള്ള അറ്റാക്കിന് വേണ്ടിയിട്ട് സർവ്വസന്നാഹങ്ങളും സർവ്വസഹായവും അതേപോലെ തന്നെ ആരും അറിയാതെ ഇടക്ക് കയറി ഇറാനെ ആക്രമിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കൂടെയാണ് UAE അടക്കം സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ യഥാർത്ഥത്തിൽ ഇറാനിലുള്ള കുട്ടികളോടും ഇറാനിലുള്ള സ്കൂളിലെ 120 കുട്ടികളോട് ഈ അമേരിക്ക എന്താണ് പ്രവർത്തിച്ചത് എന്നുള്ളത് കൂടെ ലോകത്തിന് മുന്നിൽ അറിയിക്കുന്ന ഒരു കാര്യമാണ് ഇറാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ഏകദേശം ലോക രാഷ്ട്രീയത്തിൽ പല തരത്തിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല, മിഡിൽ ഈസ്റ്റിൽ UAE കൂടുതൽ ഒറ്റപ്പെടുന്ന രീതിയിലേക്കും കൂടെ കാര്യങ്ങൾ മാറുന്നതും കൂടെ നമ്മൾ കാണണം. ഖത്തർ ഒരു വലിയൊരു അലയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കൂടെ ഖത്തറിന്റെ ആ അലയും കൂടെ ഖത്തറും കുറച്ച് പുറകോട്ട് പോകുന്നതും നമ്മൾ കാണണം. മാത്രമല്ല, സൗദി അറേബ്യ ഇറാനുമായിട്ട് ഒരു സമാധാന കരാറിലോട്ട് വരെ നീങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി മറിയുന്ന സ്ഥിതിവിശേഷം കൂടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് ഇറാൻ ഈ തരത്തിലുള്ള ഇമോഷണൽ സ്ട്രാറ്റജി കൂടെ ലോകത്തിന് മുന്നിൽ എടുക്കുന്നത് എന്നുള്ളതാണ്. ഞങ്ങൾ ഇങ്ങനെ ഒരു നിലപാട് എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാര് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ എന്താണ് ഞങ്ങളോട് പ്രവർത്തിച്ചത്? ഞങ്ങളുടെ കുട്ടികളെ നിങ്ങൾ എന്താണ് ചെയ്തത്? ഗസയിലും ലെബനോനിലൊക്കെ ഉള്ള ആളുകളോട് നിങ്ങൾ എന്താണ് ചെയ്തത്? ഞങ്ങളുടെ സഹോദരന്മാർക്ക് നീതി കിട്ടുന്നതോട് കൂടെ തന്നെ മതി ഞങ്ങൾക്കും നീതി കിട്ടണ്ടേ എന്ന ശക്തമായ നിലപാടാണ് ഇറാൻ ഇതിലൂടെ എടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്.